രാജീവ് ചന്ദ്രശേഖരനെതിരായ അഴിമതി ആരോപണത്തിൽ എങ്ങും എത്താതെയാണ് ലോകായുക്ത അന്വേഷണം നീങ്ങുന്നത്. അതും കൂടി നമുക്കൊന്ന് കാണാം, കേൾക്കാം. അന്തിമ പരിശോധനയ്ക്ക് ലോകായുക്ത നൽകിയ ഫയലിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷയം 2014 നവംബർ 29 മുതൽ ലോകായുക്തയ്ക്ക് മുന്നിലുണ്ട്. എന്നിട്ടാണ് ആ ഫയലുകൾ മാറ്റിവെച്ച് നീക്കിവെച്ച് പോകുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഈ വിഷയത്തിൽ വ്യക്തമായ അഴിമതിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇതിന്മേലുള്ള അന്വേഷണത്തിൽ പൂഴ്ത്തിവെപ്പ് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വാർത്തയും സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ അന്വേഷണമില്ല, പരാതിയില്ല, അത്തരത്തിൽ പല ന്യായീകരണങ്ങളായിരുന്നു നിരത്തിയിരുന്നത്. BJP രാജീവ് ചന്ദ്രശേഖരൊക്കെ തന്നെ നിരത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം BPLന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നത് 2003 സുപ്രീം കോടതി ഉത്തരവുണ്ട്, ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ തന്നെ ഇല്ല, ഈ ആരോപണങ്ങളൊക്കെ ക്വാഷ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്നതടക്കമുള്ള ന്യായീകരണമായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ പോലും സുപ്രീം കോടതി ഉത്തരവെന്ന് പറയുന്നത് 2003 വരുന്ന സുപ്രീം കോടതി ഉത്തരവെന്ന് പറയുന്നത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് BPLന് 175 ഏക്കർ ഭൂമി നൽകിയതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് 2003 സുപ്രീം കോടതി ഉത്തരവ്. പക്ഷേ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണം എന്ന് പറയുന്നത് അതിനുശേഷം 2010 മുതൽ ഈ ഭൂമി മറ്റ് കമ്പനികൾക്ക് മറിച്ചു വിറ്റു, അത് 500ഓളം കോടി രൂപയ്ക്ക് ഭൂമി മറിച്ചു വിറ്റു എന്നതാണ് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം ഇന്നലെ നമ്മൾ ഈ വാർത്ത കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ, ഒരാഴ്ച മുമ്പ് നമ്മളിത് എക്സ്ക്ലൂസീവായി കേരളത്തെ അറിയിക്കുമ്പോൾ, ഈ വിഷയത്തിൽ വന്ന പല കാര്യങ്ങളോടും BJPയുടെ ഔദ്യോഗിക നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ അടക്കം ചെയ്തത്. പക്ഷേ സഹയാത്രികരായ പലരിലൂടെയും BJP സംസാരിച്ചത് ഇപ്പോൾ വിഷ്ണു പറയുന്ന കാര്യങ്ങളാണ്. അതായത് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ മെറിറ്റ് അങ്ങനെയല്ല, അല്ലേ? അതായത് ഈ ഭൂമിയുടെ കച്ചവടവും കുംഭകോണവും തുടങ്ങുന്നതിന് മുമ്പുള്ള കേസിൻ്റെ കാര്യങ്ങളാണ് BJP നേതാക്കൾ പറയുന്നത്. ഈ കുംഭകോണം നടന്നതിന് ശേഷം ഉള്ള, മറിച്ച് വിൽപ്പന നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ലോകായുക്തയും അതിൻ്റെ വിവരങ്ങളും സംസാരിക്കുന്നത്, അല്ലേ വിഷ്ണു? അങ്ങനെയല്ലേ? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. 2003 സുപ്രീം കോടതി ഉത്തരവെന്ന് പറയുന്നത് കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് ഈ ഭൂമി 175 ഏക്കർ ഭൂമി 60 കർഷകരിൽ നിന്നും സമാഹരിച്ച 175 ഏക്കർ ഭൂമി ഇത്തരത്തിൽ BPLന് നൽകിയതിൽ അതിൽ പിശകില്ല എന്നതായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. പക്ഷേ അതിനുശേഷമാണ് ഈ ഭൂമി കുംഭകോണം നടക്കുന്നത്. 2010 ശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഭൂമി 3 കമ്പനികൾക്ക് നൽകുന്നത്. ജിൻഡൽ ഗ്രൂപ്പ്, മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ഭൂമി വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നത് പിന്നീടാണ് ഈ സുപ്രീം കോടതി ഉത്തരവ് വന്ന ഏകദേശം 8-9 വർഷങ്ങൾക്ക് പിന്നീടാണ് ഇത്തരമൊരു കൈമാറ്റം നടക്കുന്നത്. അതിലാണ് ഈ ഒരു അഴിമതി ഉണ്ട് എന്ന പരാതി നിലനിൽക്കുന്നത്. അതിൽ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ജഗദീഷ് കുമാറിന്റെ പരാതി മാത്രമായിരുന്നു മുന്നിലുണ്ടായത്. തീർച്ചയായും ഇനി നമുക്ക് ഈ ഇതിലെ റെഡ് ടേപ്പ്, ഇതിലെ ചുവപ്പ് നാട, ലോകായുക്തയുടെ ഭാഗത്തുണ്ടാകുന്ന ചുവപ്പ് നാട, എത്ര തവണയാണ് ഈ ഫയലുകൾ മാറ്റിവെച്ചത്? 21 തവണ ഈ ഫയലുകൾ മുന്നിലെത്തി, അല്ലേ? അജിംഷാദ്, തീർച്ചയായിട്ടും 2013 ഇത്തരത്തിൽ കർണാടക നിയമസഭയിൽ തന്നെ സിദ്ധരാമയ്യ പറയുന്നത് ഈ ഇടപാടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്, ലോകായുക്ത അന്വേഷണം വേണമെന്നൊരാവശ്യം 2013 സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുന്നു. പിന്നീട് 2014 ലോകായുക്ത അന്വേഷണം ആരംഭിക്കുന്നത്. പക്ഷേ അന്ന് മുതൽ തന്നെ പല തവണ ലോകായുക്തയുടെ മുന്നിലുള്ള ഫയൽ ഒരു ഫൈനൽ റിവ്യൂവിന് വേണ്ടി മാറ്റിവെക്കുന്നു. ലോകായുക്തയുടെ മുന്നിലേക്ക് ഫയൽ വരുന്നു, പക്ഷേ ഫൈനൽ റിവ്യൂ, അന്തിമ പരിശോധന തീർച്ചയായിട്ടും. അതായത് BJP അധ്യക്ഷനെതിരായ ഈ അഴിമതി ആരോപണം, കൈരളി ന്യൂസ് പുറത്തെത്തിച്ച ഈ അഴിമതി ആരോപണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് കൂടി, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് കൂടി പലതും മറച്ചു വെക്കാനുണ്ട് എന്നത് ഇന്നലെ അത് പരാതിക്കാരനായ അഭിഭാഷകനും സൂചിപ്പിച്ചതാണ്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് മാനസയും വിഷ്ണു തലവൂരും ഒക്കെ നൽകിയത്.